എഴുത്തുകാരി, അധ്യാപിക, കവയത്രി, ഗാനരചയിതാവ് എന്നീ രംഗങ്ങളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീകല ചിങ്ങോലിയാണ് ഇന്ന് സ്ത്രീശക്തിയിൽ അതിഥി. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉൾപ്പെടെ 16 ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഇതിനോടകം നേടിയിട്ടുള്ള ശ്രീകല ചിങ്ങോലി 100-ലേറെ ലളിതഗാനങ്ങളും കഥകളും 300-ൽ പരം ബാലകവിതകളും രചിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ചിങ്ങോലി എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ഗ്രാമം വളരെ വികാസമൊന്നും പ്രാപിക്കാത്ത ഒരു സാധാരണ നാട്ടുപ്രദേശമായിരുന്നു. അപ്പോൾ അവിടെ ഗണപതി വിലാസം എന്ന് പറയുന്ന 1 മുതൽ 4-ാം ക്ലാസ് വരെ മാത്രമുള്ള ഒരു വിദ്യാലയം, അവിടെയാണ് എൻ്റെ ബാല്യ വിദ്യാഭ്യാസം നടത്തിയ സ്ഥലം. അത് കഴിഞ്ഞ് കാർത്തികപ്പള്ളി UPS എന്ന് പറയുന്ന ആ സ്കൂളിൽ ചേർത്തു. 8-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ സെൻറ്റ് തോമസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ നാട്ടിൽ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ചിങ്ങോലി എന്ന് പറഞ്ഞാൽ. വയലുകളും അതുപോലെ തന്നെ കാടും ഒക്കെയുള്ള നല്ലൊരു പ്രദേശം, അധികം നാഗരികതയൊന്നും അധികം കടന്നുകൂടിയിട്ടില്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു നാട്ടിൽ ജനിച്ചത് കൊണ്ടും അവിടുത്തെ ചില പ്രത്യേകതകളൊക്കെ എന്നെ ആകർഷിച്ചതുകൊണ്ടുമാണ് എഴുത്തിലേക്കും കവിതയിലേക്കുമൊക്കെ എൻ്റെ ചിന്താഗതികൾ മാറി സഞ്ചരിക്കാൻ തുടങ്ങിയത്. എൻ്റേതൊരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് 2 മുത്തശ്ശിമാർ, അമ്മയുടെ അമ്മയും ആ അമ്മയുടെ അനുജത്തിയും, അവർ 2 പേരും ചേർന്നാണ് എന്നെ വളർത്തിയത്. ആ 2 മുത്തശ്ശിമാരാണ്. അപ്പോൾ രാത്രിയിലും അല്ലാതെ അവരൊഴിവുള്ള സമയത്തുമൊക്കെ കഥകളും കവിതകളുമൊക്കെ പാടിയും പറഞ്ഞും തന്ന് ആ കഥകളോടും കവിതകളോടുമൊക്കെ എനിക്ക് ഒരുപാട് താല്പര്യം തോന്നി. അപ്പോൾ അത് ഞാൻ കാണാതെ പഠിച്ച് ചൊല്ലാൻ ഉള്ള ഒരു താല്പര്യം എനിക്കുണ്ടായി. അങ്ങനെ മലയാള ഭാഷയോട് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായി. അപ്പോൾ പഠിക്കുന്ന ക്ലാസ്സുകളിലെല്ലാം 1-ാം സ്ഥാനം കിട്ടുന്നത് മലയാള ഭാഷയ്ക്കാണ്. അങ്ങനെ കവിതകൾ ചൊല്ലിയിട്ടുള്ള ആ താല്പര്യം കണ്ട് ഞങ്ങളുടെ ആ ഗണപതി വിലാസം എന്ന സ്കൂളിൽ അതിനു മുൻപ് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ഒരു കുട്ടികളും പങ്കെടുത്തിരുന്നില്ല, അങ്ങനെ കൊണ്ടുപോയിരുന്നില്ല. അപ്പം ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്നെ പഠിപ്പിച്ചിരുന്ന ശ്രീകുമാരിയമ്മ, ലക്ഷ്മിയമ്മ, സരസ്വതിയമ്മ, ഇങ്ങനെ 3 ടീച്ചർമാരാണ്. അപ്പം ഞാൻ ഈ കവിത ചൊല്ലുന്നതൊക്കെ കേട്ടിട്ട് അവർ പറഞ്ഞു, നമുക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് പദ്യപാരായണത്തിനൊന്ന് മത്സരിപ്പിക്കാം, സമ്മാനം കിട്ടുന്നെങ്കിൽ കിട്ടിയാൽ മതി, എങ്കിലും അവളെ കൊണ്ടൊന്ന് പാടിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് ഈ യൂത്ത് ഫെസ്റ്റിവലിന് പദ്യപാരായണത്തിന് ചേർത്തു. അപ്പോൾ കാരിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് 21 സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ്. അപ്പം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ മതിയായിരുന്നു എന്നൊരു കവിതയാണ് ഞാൻ അന്ന് ചൊല്ലിയത്. ഈ ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ചതാണ് ചൊല്ലി. അതിനെനിക്ക് 1-ാം സ്ഥാനം കിട്ടി. അങ്ങനെ പിന്നെ മത്സരങ്ങൾക്ക് തുടർച്ചയായി പദ്യപാരായണത്തിന് പങ്കെടുക്കുകയും, അപ്പോൾ ഞാൻ 2-ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ആ സ്കൂളിന് ആദ്യമായി കിട്ടിയ ആ ഒരു സമ്മാനമായതുകൊണ്ട് തന്നെ ടീച്ചേഴ്സെല്ലാം ഒരുപാട് അനുമോദിക്കുകയും അവർക്ക് വലിയ സന്തോഷമൊക്കെ ആവുകയും ചെയ്തു. അതിൽ പിന്നെ ഏത് കവിതകൾ കണ്ടാലും അത് കാണാതെ പഠിക്കാനും ചൊല്ലാനും ഒക്കെയുള്ളൊരു താല്പര്യം എന്നിലുണ്ടായി. അങ്ങനെയാണ് കവിതാരംഗത്തേക്ക് തിരിഞ്ഞത്. തൊട്ടുപോകുന്നൊരു നൂൽമഴ നെറ്റിയിൽ തൊട്ടു തലോടി പതുക്കെ, ഒപ്പമെത്തുന്നൊരു കാറ്റു ചോദിക്കുന്നു, ഒറ്റയ്ക്കു പോകുന്നതെന്തേ, നീ ഒറ്റയ്ക്കു പോകുന്നതെന്തേ. പെട്ടെന്നൊരുത്തരമില്ല പറയുമ്പോൾ പൊട്ടിയ പട്ടം കണക്കെ, സ്വപ്നമിനാരങ്ങൾ മിന്നി നുറുങ്ങിയ ചിത്രങ്ങൾ ഒത്തിരി. കവിത എഴുതാൻ എനിക്കൊരു വാസനയുണ്ടെന്ന് കണ്ടുപിടിച്ചത് എൻ്റെ ഒരു മലയാളം അധ്യാപികയാണ് സെൻറ്റ് തോമസ് ഹൈസ്കൂളിലെ. അതിന് കാരണം എൻ്റെ ചേച്ചി 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓട്ടോഗ്രാഫ് എഴുതുക എന്ന് പറഞ്ഞാൽ അതൊരു പരിപാടിയുണ്ട്. അപ്പോൾ ചേച്ചി ഒരു ഓട്ടോഗ്രാഫ് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ അതിൽ കൂട്ടുകാരെഴുതിയൊക്കെ വായിച്ച് നോക്കിയിട്ട് ചേച്ചി കാണാതെ അതിൽ ഞാൻ 2 വരി, ഒരു കവിത 2 വരി എഴുതി. ജീവിതമാകുന്ന പൊന്മണി വീണയിൽ സ്നേഹത്തിൻ ഗാനങ്ങൾ മീട്ടുക നീ. ഞാൻ പേരൊന്നും എഴുതിയില്ല. ഇത് ചേച്ചി സ്കൂളിൽ കൊണ്ടുപോയി. എന്നിട്ട് ആ ടീച്ചർ ഇത് വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇതാരാണ് എഴുതിയത്, ഈ 2 വരി ആരെഴുതിയതാണെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, പേരൊന്നുമില്ല, പക്ഷേ എൻ്റെ അനുജത്തി അത് എടുത്തു വെച്ച് ഇങ്ങനെ ഓട്ടോഗ്രാഫ് പരിശോധിക്കുന്നുണ്ട്, അവളായിരിക്കും എഴുതി. അപ്പം ആ കുട്ടിക്ക് നല്ല കവിതാവാസനയുണ്ട്, അവളെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ അതാണ് കവിതയുടെ രൂപത്തിൽ ആദ്യം എഴുതിയ 2 വരി. അന്ന് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ചേച്ചി 10-ാം ക്ലാസ്സിലും. 10-ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ്
പ്രീ ഡിഗ്രിക്ക് ചേർന്നത് TKM കോളേജിലാണ്, നങ്ങയാകുളങ്ങര TKM കോളേജിൽ. അപ്പോൾ അവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ട്. ഞങ്ങളെ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകൻ വളരെ ഭംഗിയായിട്ട് കവിത ചൊല്ലുകയും നല്ല നല്ല കഥകൾ, നമ്മുടെ പാഠപുസ്തകത്തിലല്ലാത്തുള്ള കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞു തരികയും ചെയ്യും. അങ്ങനെ കവിതകളോടൊരു താല്പര്യമുണ്ടായി. അപ്പോൾ അതിനപ്പുറമായിട്ട് പറയാനൊരു കാര്യമുണ്ട്. എൻ്റെ സഹോദരൻ ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് പാട്ട് പാടുകയും കവിത ചൊല്ലുകയും ചെയ്യുന്ന ആളാണ്. അയ്യപ്പ പണിക്കർ സാറിൻ്റെ പകലുകൾ രാത്രികൾ എന്ന് പറയുന്ന ഒരു കവിത അദ്ദേഹം മനോഹരമായി ചൊല്ലിട്ട് എന്നോട് പറഞ്ഞു, നീയും അത് കാണാതെ പഠിക്കണം. അങ്ങനെ ചേട്ടൻ്റെ ആ കവിതാ കമ്പത്തിൽ നിന്ന് എനിക്കും അത് പഠിക്കണമെന്ന് തോന്നി. അദ്ദേഹം അത് പല സ്ഥലത്തു നിന്നും, അന്ന് ഇതുപോലെ നമുക്ക് മൊബൈൽ ഫോണോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല, ഇത് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്തുകൊണ്ട് വന്ന് അതിൽ നിന്ന് എഴുതിയെടുത്താണ് അന്ന് കവിതകളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ശരിക്കും കവിതകളോട് എനിക്കൊരു ഇമ്പം തോന്നാൻ കാരണം എൻ്റെ സഹോദരനാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഞാൻ എഴുതിയൊരു പുസ്തകം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എടുത്തതിൽ നിന്നാണ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനും അതിനെപ്പറ്റി വീണ്ടും വീണ്ടും കവിതകളെപ്പറ്റി പഠിക്കാനും തോന്നി. അത് കഴിഞ്ഞ് BA ആയപ്പോൾ ഞാൻ ഹിസ്റ്ററിയാണ് മെയിൻ എടുത്തിരുന്നെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായതുകൊണ്ട് 10-12 പുസ്തകത്തോളം പഠിക്കാനുണ്ടായിരുന്നു. അപ്പം നളചരിതം, അഭിജ്ഞാനശാകുന്തളം, അതുപോലെ തന്നെ പാലാ നാരായണ സാറിൻ്റെ പുലരി, ഇനി ഞാൻ ഉറങ്ങട്ടെ, അങ്ങനെ മഞ്ഞ്, MDയുടെ മഞ്ഞ്, ഇങ്ങനെ നോവലും കഥയും കവിതയൊക്കെ ആയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വിഷയങ്ങളെക്കാളും കൂടുതൽ ഞാൻ ഈ മലയാളം പഠിച്ചു. അതിന് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചു. അങ്ങനെ കവിതയിലേക്ക് പൂർണ്ണമായിട്ടും എൻ്റെ ശ്രദ്ധ തിരിയുകയും ചെയ്തു. എൻ്റെ കവിതകൾക്കും കഥകൾക്കുമെല്ലാം എൻ്റെ ആത്മാംശമുണ്ട്, എൻ്റെ നാടിൻ്റെ സ്പർശമുണ്ട്. അപ്പോൾ എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചറിഞ്ഞതും ദുഃഖവും സന്തോഷവും നൽകുന്ന അനുഭവങ്ങളും ഒക്കെ ചേർത്താണ് കവിതയും കഥയും എഴുതിയത്. കഥകളെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ കാണുന്ന ഏതെങ്കിലും ചെറിയ സംഭവങ്ങൾ മനസ്സിലുടക്കും. അപ്പോൾ അതിനൊരു തീമായിട്ട് എടുത്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു കഥ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എഴുതിയ കഥയാണ് ഞാൻ തീർത്ഥാടനം എന്ന് പറഞ്ഞൊരു കഥയാണ്. അത് എൻ്റെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ അതുപോലെ എഴുതാൻ പറ്റാത്തത് കൊണ്ട് കഥാപാത്രങ്ങളുടെ പേര് മാറ്റിയിട്ട് ആ സംഭവം ഞാനൊരു നല്ല കഥയാക്കി. അത് വായിച്ചവർ വളരെ നന്നായി എന്ന് പറയുകയും പിന്നീട് കഥ എഴുതാനുള്ള ഒരു താല്പര്യം എന്നിൽ ജനിക്കുകയും ചെയ്തു. എപ്പോഴും കവിതയെ കൈവിട്ടിട്ടില്ല, ഏറെ എഴുതുന്നത് കവിതകൾ തന്നെയാണ്. നമ്മളെ സ്വാധീനിക്കുന്ന സംഭവങ്ങൾ കഥകളാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ രണ്ടാമത് ഒരു കോളേജ് പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ് രണ്ടാമത് എഴുതിയത്. പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെ എൻ്റെ PG കാലമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കൂട്ടുകാരും അവരുടെ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയുകയും അതെന്നെ സ്വാധീനിക്കുകയും ചെയ്തപ്പോൾ ഓരോരോ സംഭവങ്ങൾ അതിൽ നിന്നെടുത്ത് പിന്നീട് ഞാൻ 15ഓളം കഥകൾ എഴുതി. അതെല്ലാം ചേർത്ത് ഇപ്പോൾ ഒരു പുസ്തകമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്തർമുഖത്വം എന്നെ വലുതായിട്ട് ബാധിച്ചിട്ടില്ല. ഞാൻ ഈ കലോത്സവങ്ങൾക്കൊക്കെ പങ്കെടുക്കുകയും കുട്ടികളോടൊപ്പം മത്സരങ്ങൾക്ക് പോവുകയൊക്കെ ചെയ്തുകൊണ്ട് അധികം ഭയം എന്നെ ഇങ്ങനെ സ്റ്റേജ് ഫ്രൈറ്റ് അധികം ബാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ വളരെ ഗഹനമായ വിഷയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പഠിക്കാതെ പോയിട്ട് ഒരു ഉത്തരം പറയേണ്ട ഒരു അവസരമാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആകാശവാണി എന്ന് പറയുമ്പോൾ ലളിതഗാനങ്ങളാണ് ഞാൻ ആദ്യം ആകാശവാണിയിൽ എഴുതിയത്. അതിനെന്നെ സഹായിച്ചത്, ആകാശവാണിയുമായിട്ട് എന്നെ സഹകരിപ്പിച്ചത് എൻ്റെ ഭർത്താവാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനും കഥയും കവിതയൊക്കെ എഴുതുന്ന ഒരാളാണ്. അമ്പലപ്പുഴ രാജഗോപാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം അദ്ദേഹമാണ് ആകാശവാണിയിൽ എന്നെ പരിചയപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് എൻ്റെ ആ എഴുതുന്ന ശൈലി അവിടുത്തെ ലളിതഗാന വിഭാഗത്തിന് ഇഷ്ടപ്പെടുകയും തുടർച്ചയായി എന്നെക്കൊണ്ട് അവർ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് ഗാനങ്ങൾ എഴുതിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ വിഷയം വേനൽ, മഴ, അതുപോലെ ഓണം, വിഷു, ഇങ്ങനെ പല വിഷയങ്ങൾ പറയുകയും അപ്പോൾ തന്നെ ആ ആകാശവാണിയുടെ ആ ഒരു റൂമിൽ വെച്ച് തന്നെ ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. വീട്ടിൽ വന്ന് ആലോചിക്കുകയോ അങ്ങനെ കുറേ സമയം എടുക്കുകയോ ഒന്നും ചെയ്യാതെ അവർ പറയുന്ന അവരുടെ മീറ്ററിനനുസരിച്ച് ആകാശവാണിയിൽ ഇരുന്ന് തന്നെ എഴുതാൻ ഞാൻ ശീലിച്ചു. അങ്ങനെ എൻ്റെ ധാരാളം പാട്ടുകൾ ആകാശവാണിയിൽ വരികയും അത് ലളിത സംഗീത പാഠത്തിനെടുക്കുകയും പ്രമുഖരായിട്ടുള്ള പല സംവിധായകരും, ഇപ്പോൾ MG രാധാകൃഷ്ണൻ, കാവാലം നാരായണ പണിക്കർ സാറ്, ദർശൻ രാമൻ, മുരളി സിതാര, ഇവരൊക്കെയാണ്, രാജു വലിയശാല, ഈ എൻ്റെ പാട്ടുകൾ സംവിധാനം ചെയ്ത്. അപ്പോൾ അവരതിനെടുത്ത് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയാൻ. ശ്രീകലയുടെ കവിതകൾ അല്ലെങ്കിൽ പാട്ടുകൾ എടുക്കുമ്പോൾ ഞങ്ങൾക്കധികം തിരുത്തലുകൾ വരുത്തേണ്ടി വരികയോ അതിലധികം പണിയെടുക്കേണ്ടി വരികയില്ല. ഞങ്ങളുടെ ആ ഒരു മനോഭാവത്തിന് മീറ്ററിനനുസരിച്ചാണ് ശ്രീകല എഴുതുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് ഡോക്ടർ K. ഓമനക്കുട്ടി. ചേച്ചിക്ക് സംഗീതഭാരതി എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. അവിടുത്തെ ആ സ്കൂളിലേക്ക് ഒരുപാട് പാട്ടുകൾ ഞാൻ എഴുതി കൊടുത്തിട്ടുമുണ്ട്. കവിതയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് ലളിതഗാനം. അതിൻ്റെ പേര് തന്നെ ലളിതഗാനം എന്നാണ്. അപ്പം ലളിതമായ പദങ്ങൾ വെച്ച് ആളുകൾക്ക് കേൾക്കുമ്പോൾ ഇമ്പം തോന്നുന്ന വരികൾ എഴുതുന്നതാണ് ലളിതഗാനം. അപ്പോൾ ഈ ആകാശവാണിയിലെ പാട്ട് എഴുതുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഇതുപോലെ ഞാൻ ഇങ്ങനെ ആകാശവാണിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അന്ന് വേനലിനെ പറ്റി ഒരു കവിത ഒരു ലളിതഗാനം രചിക്കാനാണ് പറഞ്ഞത്.
അപ്പം ഞാൻ നോക്കിയപ്പോൾ വാകയൊക്കെ പൂത്ത് നിൽക്കുന്നു, താഴെ നിറയെ പൂക്കളൊക്കെ കിടക്കുന്നു. അപ്പം വേനലിൻ്റെ ഭാഗമാണല്ലോ വാക പൂക്കലും ഈ കൊഴിയലും ഒക്കെ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് എഴുതി തരുമോ, പല്ലവി അനുപല്ലവി ചരണം. അപ്പം ഞാൻ ഈ വാകയൊക്കെ നോക്കിയിട്ടാണ് കയറിപ്പോയത്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് എഴുതാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് അവർക്ക് 2 ദിവസത്തിനകം അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കേണ്ട സമയമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു പേനയും പേപ്പറും ഒന്നും കയ്യിലില്ലായിരുന്നു, അവർ കൊണ്ടുതന്നു. അത് ഈ കണ്ട കാഴ്ചകൾ വെച്ച് വഴിയോര വാകകൾ പൂങ്കുല ചൂടുന്ന ചുടുവയിൽ പാതയോരത്തിൽ ഒരു മീനസൂര്യനായി നീ കത്തി നിൽക്ക എൻ മിഴികളിലില്ല വിഷാദം, എൻ മൊഴികളിലില്ല വിഷാദം എന്ന് 4 വഴി എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ആ 4 വരി തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി അപ്പോൾ തന്നെ എഴുതി കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് എനിക്ക് എഴുതാൻ കഴിയും ലളിതഗാനം. ആലോചിച്ച് ഒരുപാട് പദങ്ങൾ കണ്ടെത്തേണ്ടി വന്നിട്ടില്ല. അവർ പറയുന്ന വിഷയം എൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ട് പെട്ടെന്ന് ഞാൻ ലളിതഗാനം എഴുതി കൊടുക്കും. പക്ഷേ അത്രയും വേഗത്തിൽ നമുക്ക് കവിത എഴുതാൻ പറ്റത്തില്ല. കവിതയ്ക്ക് പദങ്ങൾ, അടുക്ക്, അതിനൊരു ഭംഗി, അതിനൊരു വൃത്തം, താളമൊക്കെ ഉണ്ടാണ്. അപ്പോൾ ലളിതഗാനം തന്നെയാണ് എഴുതാൻ ഏറ്റവും പ്രയാസമില്ലാത്തതെന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോഴും സാധാരണ കുട്ടികൾ ഗദ്യ കവിതയാണ് ഒരുപാട് എഴുതുന്നത്. ഒരു ചെറിയ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5-6 വാക്കുകൾ ചേർത്ത് ഒരു 4 വരി 8 വരിയിൽ ഹൈക്കു കവിത എന്ന് പോലും അവരതിനെ വിശേഷിപ്പിക്കാറുണ്ട്. എനിക്കതിനോട് വളരെ താല്പര്യമില്ല. കാരണം കവിത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കണം. നമ്മുടെ വൈലോപ്പിള്ളി, കുമാരനാശാൻ, വള്ളത്തോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ കവിതകൾ എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ കുട്ടികൾ പഠിക്കുകയും പാടുകയും ചെയ്യുന്നു. ഇപ്പം മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത കവിത പഠിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനോടും എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മുടെ മഹാകവികൾ എഴുതി വെച്ച മഹത്തായ കൃതികൾ വീണ്ടും വീണ്ടും കുട്ടികൾ വായിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുകയും ചെയ്ത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നല്ല കവിതകൾ രചിക്കണമെന്ന് തന്നെയാണ് ഞാൻ പുതുതലമുറയോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ചെറിയ പുസ്തകങ്ങൾ, കൊച്ചു പുസ്തകങ്ങൾ, അത് ഈ ബാലരമ, പൂമ്പാറ്റ, ബാലഭൂമി, അങ്ങനെ ബാലഭൂമിയൊക്കെ അടുത്ത കാലത്താണ്. എൻ്റെ കുട്ടിക്കാലത്തുള്ളത് മുത്തശ്ശി, പൂമ്പാറ്റ, ബാലരമയൊക്കെയാണ്. ഇതൊക്കെ അച്ഛൻ വാങ്ങിച്ചു കൊണ്ട് തരും വായിക്കാൻ. അന്ന് ശരിക്കും വായിക്കാൻ അറിയാത്ത കാലത്ത് അച്ഛൻ കഥകൾ വായിച്ചു തരുമായിരുന്നു. അങ്ങനെ ഈ കുഞ്ഞു കഥകളോട് ഒരുപാട് താല്പര്യമുണ്ടായി. അപ്പോൾ ഈ ബാലരമയിലൊക്കെ റീഡ് എലൗഡ് സ്റ്റോറി എന്നും പറഞ്ഞു വരും, പദ്യവും പിന്നെ കഥയും ഒക്കെ ആയിട്ട്. ഇത് പണ്ടേ വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കവിതയൊക്കെ എഴുതി എൻ്റെ PG കാലമൊക്കെ കഴിഞ്ഞപ്പോൾ കൊച്ചു കഥകളും കവിതകളും ഒക്കെ കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ തുടങ്ങി. ചിലർക്കൊരു അഭിപ്രായമുണ്ട് പിള്ളേർക്ക് എഴുതുന്നത് എളുപ്പമാണ്. ഒരിക്കലുമല്ല. കുട്ടികളുടെ ഒരു ഭാഷയും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയും ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ കവിതകളും കഥകളും എഴുതാൻ. അപ്പോൾ ഞാൻ മൃഗങ്ങളെയും പ്രകൃതിയിലുള്ള വസ്തുക്കൾ, മനുഷ്യരല്ലാത്ത ആളുകളെ കഥാപാത്രങ്ങളാക്കിയുള്ള കഥകൾ, പിന്നെ കുഞ്ഞു പ്രകൃതിയെ സംബന്ധിക്കുന്ന കൊച്ചു കവിതകളൊക്കെ എഴുതിയിട്ട് ഇത് ബാലഭൂമിക്കും ബാലരമയ്ക്കും ഒക്കെ അയച്ചു കൊടുത്തു. ഞാൻ അയച്ചു കൊടുത്ത കവിതകളെല്ലാം പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തു. സ്ഥിരമായി ബാലഭൂമിയിലും ബാലരമയിലും പൂമ്പാറ്റയിലും ബാലചന്ദ്രിക, മുത്തുച്ചിപ്പി, അങ്ങനെയൊക്കെയുള്ള എല്ലാ ബാലയുഗം, ഇതിലൊക്കെ ഞാൻ ചെറിയ കവിതകൾ എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മേഖല തന്നെയാണ്. അങ്ങനെയാണ് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തിലേക്കും തിരിഞ്ഞത്. അപ്പോൾ എനിക്ക് കിട്ടിയ അവാർഡെന്ന് പറഞ്ഞാൽ ജീവചരിത്രത്തിനാണ്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് കിട്ടിയത് ശരിക്കും ജീവചരിത്രത്തിനാണ്. കഥയ്ക്കും കവിതയ്ക്കും ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ ചെറിയ പൂക്കാലം എന്ന് പറഞ്ഞൊരു കവിത ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കഥകളെല്ലാം കൂടെ ഈ പല മാസികകളിലും വന്ന കഥകൾ ചേർത്ത് ഒരു പുസ്തകമാക്കണമെന്നും എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട്. ഞാൻ അധ്യാപികയായും ജോലി നോക്കിയിട്ടുണ്ട്. ആ കാലത്ത് നമ്മുടെ കുറവൻകോടത്ത് ഇൻഫൻറ്റ് ജീസസ് എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിള്ളേർക്ക് നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞ് ബാക്കി സമയത്ത് കൊച്ചു കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും ചെറിയ കവിതകൾ പാടിക്കൊടുക്കുന്നതും ഒക്കെ അവർക്ക് വളരെ താല്പര്യമാണ്. ഒരു ബഹളവും വയ്ക്കാതെ ആ കുട്ടികളിരിക്കും. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെ എഴുതി മാസികകൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രസിദ്ധീകരണങ്ങൾക്കോ കൊടുത്താൽ നമ്മുടെ പേരിൽ അത് ഒരു സൃഷ്ടിയായി കിടക്കുമല്ലോ എന്ന് ആ കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്ത്. അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് കഥ കേൾക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. എന്ന് രാത്രി കിടക്കുമ്പോൾ ഞാനൊരു കഥ പറഞ്ഞു കൊടുക്കും. ഇനി ഞാൻ പഠിച്ച കഥകളല്ല, അതൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഞാൻ കഥകൾ ഉണ്ടാക്കി ഇവൾക്ക് പറഞ്ഞു കൊടുക്കും. ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അവൾക്ക് വേണ്ടി കഥകൾ പറഞ്ഞ് എനിക്ക് കുട്ടികളോട് സംവദിക്കാനുള്ള ഒരു മനസ്സുണ്ടായി. അവർക്ക് വേണ്ടി എഴുതാനുള്ള ഒരു താല്പര്യം ഉണ്ടായി. അതിന് കൂടുതലും കാരണമായത് എൻ്റെ മകളാണ്. അപ്പോൾ ഓമനക്കുട്ടി ചേച്ചിയുടെ ഈ സംഗീതഭാരതിയിൽ ഒരിക്കൽ ഞാനിരുന്നപ്പോൾ എന്നോട് ഒരു കാര്യം ചോദിച്ചു, നമുക്ക് ചെമ്പയെക്കുറിച്ചൊരു CD ഇറക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചെമ്പയെക്കുറിച്ച് എങ്ങനെയാണ് ചേച്ചി CD? അത് നിനക്ക് പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മുഴുവൻ ഇങ്ങനെ പോയിൻ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട്
അതൊരു പദ്യത്തിൻ്റെ രൂപത്തിലാക്കി തരണം, ഞാനത് മ്യൂസിക് ചെയ്ത് ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബാല്യം, അദ്ദേഹത്തിൻ്റെ ജനനം, ബാല്യം, അദ്ദേഹത്തിൻ്റെ സംഗീതരംഗത്തെ പുരോഗതികൾ, സുഹൃത്തുക്കൾ, ഇതെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികൾ, ഇതെല്ലാം എനിക്ക് ചേച്ചി ഒരു പേപ്പറിൽ കുറിച്ച് വെച്ചിട്ട് പറഞ്ഞു, ഇത് വെച്ച് 4 വരികളുള്ള ശ്ലോകമായിട്ട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ 72 ശ്ലോകങ്ങൾ എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പൂർണ്ണമായി. അത് ചേച്ചി ഗുരുവായൂർ ദേവസ്വത്തിന് വേണ്ടി ചേച്ചി തന്നെ സംഗീത സംവിധാനം ചെയ്ത് കാസറ്റാക്കി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എന്നോട് ഒരു ദിവസം ചോദിച്ചു, ഇതെല്ലാം നീ എഴുതിയതല്ലേ, ഇത് വെച്ചിട്ട് നിനക്കൊരു പുസ്തകമാക്കിക്കൂടെ, അതിനൊരു ചാൻസ് ഇല്ലേ എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഞാൻ അറിവ് നിറവ് എന്ന അവിടെ ഒരു പരമ്പരയുണ്ട്, പുസ്തക പരമ്പര, അതിൽ പലരുടെയും ജീവചരിത്രം വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിങ്ങനെ എഴുതിയതായതുകൊണ്ട് എനിക്കെല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മുഴുവൻ വേറെ റെഫറൻസ് ഒന്നുമില്ലാതെ എല്ലാം ഞാൻ എഴുതിയതിൽ തന്നെയുണ്ട്. ആ എഴുത്തിൽ നിന്നാണ് ഈ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പറഞ്ഞ പുസ്തകത്തിൻ്റെ പിറവി. അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു. എനിക്കതിന് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജീവചരിത്രത്തിനുള്ള അവാർഡ്, പിന്നെ ദർശന സ്കൂൾ നെടുമങ്ങാട് അവരുടെ ഒരു അവാർഡുണ്ട്, മഹാലക്ഷ്മി പുരസ്കാരം, അത് കിട്ടി. അങ്ങനെ 3 അവാർഡിന് എന്നെ അവർ അർഹയാക്കിയ പുസ്തകമാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. യുവജനോത്സവങ്ങൾക്ക് നിരവധി പ്രാവശ്യം വിധികർത്താവായിട്ട് പോയിട്ടുണ്ട്. അത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം, ടെക്നിക്കൽ സ്കൂള്, അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂൾ യുവജനോത്സവം, പിന്നെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ. ഇതിന് പോകുമ്പോൾ ഞാൻ വഞ്ചിപ്പാട്ട്, പദ്യപാരായണം, അതുപോലെ തന്നെ കഥ രചന, ഉപന്യാസം, പ്രസംഗം, ഇതിനൊക്കെ മാർക്കിട്ടിട്ടുണ്ട്, സമൂഹഗാനം. അപ്പം ഈ കവിതയ്ക്കെന്നുള്ളത് വരുമ്പോൾ അവരൊരു മാനദണ്ഡം നമുക്ക് തരും, അവരത് അവതരിപ്പിക്കുന്ന രീതി, ആ ഭാവം, അതുപോലെ തന്നെ അക്ഷരസ്ഫുടത, ഇങ്ങനെ 3-4 മാനദണ്ഡങ്ങൾ നമുക്ക് തരുന്ന ഇതിനകത്ത് തന്നെ കാണും. അപ്പോൾ ഈ കുട്ടികൾ ഇതിനെ എങ്ങനെ അവതരിപ്പിക്കുന്നു, അവരാ ഭാവം ഉൾക്കൊണ്ടാണോ പാടുന്നത്, ഈ പാടുന്ന കവിതയുടെ ഒരു ആത്മാംശം അവരിൽ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ അല്ലെങ്കിൽ മത്സരത്തിന് വേണ്ടി മാത്രമാണോ ഇവർ തയ്യാറെടുത്തത് എന്നൊക്കെ അവരുടെ ആ ചൊല്ലൽ, അവരുടെ ആ രീതി കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ആ അക്ഷരസ്ഫുടത, അതുപോലെ തന്നെ ആ ഭാവം, അവരത് അവതരിപ്പിക്കുന്ന രീതി, മനപ്പാഠം, ഇങ്ങനെ പല മാനദണ്ഡങ്ങൾ നമ്മൾ കണക്കിലെടുത്തിട്ടാണ് മത്സരത്തിന് മാർക്കിടുന്നത്. ഞാൻ അമ്മയും ഉദ്യോഗസ്ഥയും ഭാര്യയും ഒക്കെയാണ്, വീട്ടമ്മയാണ്, പാചകവും ഇഷ്ടമാണ്, നന്നായിട്ട് പാചകം ചെയ്യാറുണ്ട്. എന്നാലും എൻ്റെ മനസ്സിലൊരു ആശയം കൂടിയാൽ അത് കവിതയോ കഥയോ ആക്കുന്നത് വരെ ഏത് ഉദ്യോഗത്തിനിടയ്ക്ക് കിട്ടുന്ന സമയവും വീട്ടുജോലിക്കിടയ്ക്ക് കിട്ടുന്ന സമയവും ഒക്കെ ആയിട്ട് ഞാനതൊന്ന് കുറിച്ച് വയ്ക്കാറുണ്ട്. ചെറിയ ചെറിയ പോയിൻ്റായിട്ട് കുറിച്ച് വയ്ക്കും. അത് കഴിഞ്ഞ് ജോലിയെല്ലാം ഒതുങ്ങി ശാന്തമാകുന്ന ഒരു പാതിരാത്രി കഴിഞ്ഞ് ചിലപ്പോൾ 12 മണി കഴിഞ്ഞ് എഴുതിയിട്ടുണ്ട്, വെളുപ്പാങ്കാലത്തും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ മനസ്സിൽ വന്ന് നിറയുന്ന വരികളും പദങ്ങളും പോകാതെ ഒരു ചെറിയ പേപ്പറിൽ അത് കുറിച്ച് വെച്ചിട്ട് പിന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് നല്ല നല്ല ഗാനങ്ങളും കവിതകളും ഒക്കെ ആയിട്ട് ഒരുപാട് എഴുതിയത്. ശരിക്കും സമയം ഇല്ല എന്ന് തന്നെ പറയാം, സമയക്കുറവ് എനിക്ക് ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ട് എഴുതാൻ. കാരണം എൻ്റെ വീട്ടുജോലി, ഉദ്യോഗം, പിന്നെ എൻ്റെ മകൾ കുട്ടിയായിരുന്നപ്പോൾ അവളുടെ കാര്യങ്ങൾ നോക്കൽ, ഈ സമയത്തൊക്കെ ഇല്ല നഷ്ടമായ ആ സമയത്തെപ്പറ്റി ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് എഴുതാൻ കഴിയുമായിരുന്നു എന്നും ചിന്തിച്ചിട്ടുണ്ട്. എന്നാലും ഈ കാര്യങ്ങളെല്ലാം ഒരു ചിട്ടയോടുകൂടി ചെയ്തിട്ട് അതിന് ശേഷം ഞാൻ എഴുത്തിലേക്ക് എൻ്റെ സമയത്തെ മാറ്റി വയ്ക്കാറുണ്ട്. യാത്രയിലും എഴുതിയിട്ടുണ്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ മുതൽ വലിയ ഒരുപാട് പേജുള്ള നോവലുകൾ വരെ വായിക്കുന്ന ഒരാളാണ് ഞാൻ. അതേ നമ്മളെ MDയുടെ മഞ്ഞിൽ പറയുന്നത് പോലെ എല്ലാ കാറ്റലോഗ് പോലും വായിക്കുന്ന ഒരാളാണ് ഞാനെന്ന് അതിലൊരു കഥാപാത്രം സർദാർജി പറയുന്നുണ്ട്. ആ പറഞ്ഞതുപോലെ നല്ലതാ ചീത്ത എന്ന് തിരഞ്ഞെടുക്കാതെ എൻ്റെ കയ്യിൽ കിട്ടുന്ന സകല മാസികകളും പുസ്തകങ്ങളും ഒക്കെ ഞാൻ കൃത്യമായി വായിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല. ഇപ്പോൾ കാരണം വളരെ എനിക്ക് വായിക്കണമെന്ന് തോന്നി പലരും ഇന്ന കാര്യങ്ങളിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളെന്ന് പറയുന്ന ആ മാസിക മാത്രം തിരഞ്ഞെടുത്ത് വായിക്കുന്ന ഒരു ഇതിലേക്ക് ഞാൻ ചുരുങ്ങിയിരിക്കുകയാണ്. കാരണം സമയക്കുറവ് തന്നെ. പക്ഷേ വായിച്ചിട്ടുള്ള നോവലുകൾ, കഥകൾ, ഇതൊക്കെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ളത് കൊണ്ട് പുതിയ പുതിയ നോവലുകളും കഥകളും ഇറങ്ങുമ്പോൾ അത് വായിക്കണമെന്നും വാങ്ങണമെന്നും തോന്നാറുണ്ട്. എൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വെച്ചിരിക്കുന്ന പണം ഉപയോഗിച്ച് പോലും ഞാൻ ധാരാളം പുസ്തകങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പുസ്തകങ്ങളെ എന്നും ഇഷ്ടമായിരുന്നു. ഇപ്പോഴും കിട്ടുമ്പോഴൊക്കെ അല്ലെങ്കിൽ വാങ്ങിക്കാവുന്ന അത്രയൊക്കെ പുസ്തകങ്ങൾ ഞാൻ വാങ്ങിക്കാറുണ്ട്. പിന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളുടെ ഇടയിലാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നതും എനിക്ക് ഒരുപാട് വായനയ്ക്കും കുറേ കാര്യങ്ങൾ അറിയാനും എന്നെ സഹായിച്ചിട്ടുണ്ട്. കഥയ്ക്കും കവിതയ്ക്കും ഗാനങ്ങൾക്കുമായി ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയത്തക്കതൊന്ന് അന്താരാഷ്ട്ര തലത്തിൽ കവിതയ്ക്ക് കിട്ടിയ ഒരു ജനശക്തി അവാർഡാണ് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് യുവതാരയുടെ കവിതയ്ക്കുള്ള അവാർഡ് കിട്ടി. പിന്നെ തിരുനെല്ലൂർ കരുണാകരൻ്റെ പേരിലുള്ള ഒരു അവാർഡ്, അതുപോലെ ഇൻഡിവുഡിൻ്റെ സമഗ്ര സംഭാവന, അത് കഥയും കവിതയും എല്ലാം കൂടെ ചേർത്തിട്ടാണ്. അങ്ങനെ ഇത്
അധ്യാപക കലാസാഹിത്യ വേദിയുടെ ഒരു അവാർഡ്, ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെ ഈ സംസ്ഥാന ബാലസാഹിത്യ അവാർഡ്, അങ്ങനെ ഒരു 16 അവാർഡുകളോടും കഥയ്ക്കും കവിതയ്ക്കുമായിട്ട് കിട്ടിയിട്ടുണ്ട്. കവിതാ സമാഹാരങ്ങൾ മാത്രം 4 എണ്ണം, പിന്നെ ലളിതഗാനം 2, ഗാനവിഭഞ്ചിക എന്നുള്ള പേരിൽ 2 ലളിതഗാനം. അങ്ങനെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടനാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി പൂക്കാലം എന്ന് പറഞ്ഞ ഒരു കുട്ടിക്കവിത, കഥകൾ, ഇങ്ങനെ ഒരുപാട് 10-15 പുസ്തകങ്ങളോളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടയാളങ്ങളുള്ള വഴി എന്ന് പറഞ്ഞ് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഇറക്കിയ കവിതാ സമാഹാരമാണ്. കാരണം അതെൻ്റെ വീടും എൻ്റെ നാടും എൻ്റെ ബന്ധുക്കളും ഒക്കെ കഥാപാത്രങ്ങളാകുന്ന കവിതകൾ മാത്രമേ അതിലുള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിന് ശേഷം എനിക്കുണ്ടായ വേദനകളും നഷ്ടങ്ങളും എല്ലാം ചേർത്ത് അവരെ കൂടെയുള്ള ഒരു സമർപ്പണമായിട്ടാണ് ആ കവിത ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ അടയാളങ്ങളുള്ള വഴി എന്ന് പറയാൻ എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ഞാൻ കാണുന്ന എന്നെ സ്വാധീനിച്ച ഓരോ പുൽക്കൊടിത്തുമ്പിനെ പോലും ഞാനതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം അമ്മ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ആ വേദന, ആ അമ്മ ഉണ്ടായിരുന്ന കാലത്തെ സന്തോഷങ്ങൾ, പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള സഹോദരന്മാർ, അടുത്ത ബന്ധുക്കൾ, അവരുടെയൊക്കെ വിയോഗം. അപ്പോൾ അടയാളം എന്ന് പറയാൻ കാരണം ഇവരുടെ ഓരോ മരണത്തിന് ശേഷവും ഇവരെ ദഹിപ്പിക്കാൻ വേണ്ടി ഓരോ മാവ് വെട്ടുമായിരുന്നു. ആ മാവിൻ്റെ കുറ്റികൾ കണ്ടിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറുന്നത്. അപ്പം അങ്ങനെ തലയേറ്റ് പോയി നിൽക്കുന്ന മാവിൻ്റെ കുറ്റികൾ അപ്പോൾ അത് ഓരോരുത്തരുടെ ജീവിതത്തിന് വില പറഞ്ഞതാണ് ആ ഓരോ മാവുകളും. അപ്പോൾ ആ അടയാളങ്ങളെക്കുറിച്ചാണ് ഞാൻ ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്നെ ഒരുപാട് സ്പർശിച്ചതും ഒരുപാട് വേദനിപ്പിച്ചതുമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ആ കവിതാ സമാഹാരത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. സാധാരണ സ്ത്രീകൾക്ക് സ്വർണത്തോടും വസ്ത്രത്തോടും ആഭരണങ്ങളോടും ഒക്കെയാണ് പ്രിയം. എന്നെ സംബന്ധിച്ച് സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് പുസ്തകങ്ങളെയാണ് ഇഷ്ടം. നല്ല വില കൂടിയ ഒരു പുസ്തകം ഒരാൾ എനിക്ക് സമ്മാനിച്ചാൽ ഒരു സ്വർണ്ണ ആഭരണം എനിക്ക് തരുന്നതിനേക്കാൾ ഇഷ്ടത്തോടെ ഞാൻ വാങ്ങാറുണ്ട്. പേനകളെയും പുസ്തകങ്ങളെയുമാണ് ഇഷ്ടം. എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ശിഷ്യരും ഒക്കെ എനിക്ക് സംഭാവന തരുന്നത് പുസ്തകമോ പേനയോ ആയിരിക്കും. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് പ്രോത്സാഹനം കിട്ടിയിട്ട് മാത്രമാണ് എൻ്റെ എഴുത്തുകാരിയായതെന്ന് എടുത്തു പറയണം. ആദ്യം ഞാൻ പറഞ്ഞ എൻ്റെ മരിച്ചുപോയ സഹോദരൻ ഉണ്ണികൃഷ്ണൻ കവിത ചൊല്ലാൻ പഠിപ്പിച്ചു. പിന്നെ എൻ്റെ അമ്മാവനൊരു നാടകകൃത്തും എഴുത്തുകാരനുമായിരുന്നു CNN നായർ. അദ്ദേഹം എന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്. ഞാൻ ചെറിയ വാക്കുകളൊക്കെ തെറ്റായിട്ടൊക്കെ ഉച്ചരിക്കുമ്പോൾ അത് പറഞ്ഞ് തിരുത്തി എഴുതാൻ പ്രേരിപ്പിച്ച ഒരാൾ. പിന്നെ കഥ പറഞ്ഞ് എൻ്റെ മനസ്സ് മുഴുവൻ കഥ നിറച്ച എൻ്റെ അച്ഛൻ. പിന്നെ തിരുവാതിരയും ഒക്കെ പാട്ടൊക്കെ പഠിപ്പിച്ചിരുന്നൊരു അധ്യാപിക കൂടിയാണ് എൻ്റെ അമ്മ. തിരുവാതിരയൊക്കെ നന്നായിട്ട് കളിക്കുമായിരുന്നു. അപ്പോൾ അമ്മ പാടിയ പാട്ടുകൾ, പിന്നെ എൻ്റെ അച്ഛൻ്റെയും ഈ മുത്തശ്ശിമാരുടെയും ഒക്കെ കഥകൾ, ഇതെല്ലാം കേട്ട് വളർന്ന എന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആ നല്ലൊരു ഗൃഹാന്തരീക്ഷമാണ് എന്നെ എഴുത്തുകാരിയാക്കിയത്. അതിനുശേഷം ഞാൻ വിവാഹിതയായതിനു ശേഷം ഒരു എഴുത്തുകാരനാണ് എന്നെ വിവാഹം കഴിച്ചത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, അമ്പലപ്പുഴ രാജഗോപാൽ. അപ്പം മാസികകളിൽ കഥകൾ പ്രസിദ്ധീകരിക്കാനും ആകാശവാണിയിൽ എഴുതാനും വീണ്ടും പുസ്തകങ്ങളെപ്പറ്റി ചിന്തിക്കാനും ഒക്കെ അദ്ദേഹം എന്നെ ഒരുപാട് പ്രേരിപ്പിച്ചിരുന്നു. ഇപ്പോഴും പ്രേരിപ്പിക്കാറുണ്ട്. സിനിമയിൽ പാട്ടെഴുതണമെന്ന് വലിയ മോഹമുണ്ട്. 2-3 പേരെന്നെ സമീപിക്കുകയും എൻ്റെ കയ്യിൽ നിന്ന് 3-4 പാട്ടുകൾ വാങ്ങി പോവുകയും ചെയ്തു. അതിനുശേഷം അവരതിൻ്റെ വിവരങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല, അതെടുത്തോ എന്തെന്ന് അറിയിച്ചിരുന്നില്ല. ഇവിടെ വന്ന് കൃത്യമായിട്ട് എന്നോട് പശ്ചാത്തലമൊക്കെ പറഞ്ഞിട്ടാണ് പാട്ട് എഴുതിച്ചുകൊണ്ട് പോയത്. അതിലൊരാൾ സിനിമയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടെടുക്കും എന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹം സിനിമയിലൊരു പാട്ട് എഴുതണമെന്നാണ്. ഈ സീരിയലുകൾക്കൊക്കെ ഞാൻ ആമുഖ ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആകാശവാണിക്ക് വേണ്ടിയും ദൂരദർശന് വേണ്ടിയിട്ടും ഈ സീരിയൽ അതുപോലെ തന്നെ ടെലിഫിലിമുകൾക്കൊക്കെ ഞാൻ ആമുഖ ഗാനം എഴുതിയിട്ടുണ്ട്. തൊട്ടുപോകുന്നൊരു നൂൽമഴ നെറ്റിയിൽ തൊട്ടു തലോടി പതുക്കെ ഒപ്പമെത്തുന്നൊരു കാറ്റു ചോദിക്കുന്നു, ഒറ്റയ്ക്കു പോകുന്നതെന്തേ നീ ഒറ്റയ്ക്കു പോകുന്നതെന്തേ? പെട്ടെന്നൊരുത്തരമില്ല പറയുമ്പോൾ പൊട്ടിയ പട്ടം കണക്കേ സ്വപ്നമിനാരങ്ങൾ മിന്നി നുറുങ്ങിയ ചിത്രങ്ങളൊത്തിരിയത്രേ.